ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 95 ചെത്ത് ഒരു മഹാവ്യാധിയാണ്. ഭാഗം 95 ചെത്ത് ഒരു മഹാവ്യാധിയാണ് ഇവിടെ ആരംഭിക്കുന്നു. തൃശ്ശൂരിൽ പഴഞ്ഞിക്കടുത്ത് പെരുന്തുരുത്തിയിലുള്ള ഒരു പുരാതന ക്ഷേത്രമാണ് ശ്രീതൃപ്പേശ്വര ക്ഷേത്രം. ആ ക്ഷേത്രവും സ്വത്തുക്കളും ശ്രീ ബോധാനന്ദ സ്വാമികൾ സ്ഥാപിച്ച കൊച്ചി നാഷണൽ ബാങ്ക് വിലയ്ക്ക് വാങ്ങുകയുണ്ടായി. ഗുരുദേവൻ്റെ പേരിലായിരുന്നു പ്രമാണം എഴുതിയിരുന്നത്. ഒരു ദിവസം തൃശ്ശൂരിലെത്തിയപ്പോൾ ഗുരുദേവൻ ശ്രീതൃപ്പേശ്വര ക്ഷേത്രം സന്ദർശിക്കുവാനെത്തി. വിവരമറിഞ്ഞ് ധാരാളം നാട്ടുകാർ ഗുരുവിനെ കാണുവാൻ ഓടിക്കൂടി. എന്നാൽ അവരിലൊന്നും കൂടാതെ അറുമുഖൻ എന്നു പേരുള്ള ഒരുവൻ ധിക്കാരപരമായി പെരുമാറിക്കൊണ്ട് അവിടെ ചുറ്റിപ്പറ്റി നിന്നിരുന്നു. കൈലിമുണ്ട് മടക്കിക്കുത്തിയായിരുന്നു അയാളുടെ നിൽപ്പ്. മുറുക്കാൻ ചവച്ചും തുപ്പിയും നിന്നിരുന്ന അറുമുഖൻ അപ്പോൾ നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. കള്ളുചെത്ത് തൊഴിലാക്കിയിരുന്ന അവൻ്റെ വൃത്തികെട്ട നോട്ടവും അസഭ്യ ചുവയുള്ള സംഭാഷണവും ഗുരുവിന് തീരെ പിടിച്ചിരുന്നില്ല. ക്ഷേത്രങ്ങളെപ്പറ്റിയൊക്കെ നിഷേധപരമായി സംസാരിച്ചു നിന്ന അവനെ മറ്റുള്ളവർ അവിടെ നിന്നും മാറ്റിക്കൊണ്ടു പോകുവാൻ ആവുന്നത്ര ശ്രമിച്ചിട്ടും നടക്കുകയുണ്ടായില്ല. അത് കണ്ടിട്ട് ഗുരുദേവൻ പറഞ്ഞു, ചെത്ത് ഒരു മഹാവ്യാധിയാണ്. ഒരവയവത്തിന് കുഷ്ഠരോഗമുണ്ടായാൽ ദേഹം മുഴുവൻ അത് ദുഷിപ്പിക്കും. അതുപോലെ ചെത്തുന്നത് മൂലം സമുദായം മുഴുവൻ കെട്ടുപോകുന്നു. അതുകൊണ്ട് ചെത്തുകാരെ സമുദായത്തിൽ നിന്നും വേർപ്പെടുത്തണം. അവരുമായി കൂടിക്കഴിയരുത്. ചെത്തു നിർത്തിയാൽ ശുദ്ധി ചെയ്ത് തിരികെ എടുക്കാം. ഗുരുദേവൻ്റെ ആ വാക്കുകൾ അറുമുഖൻ്റെ നെഞ്ചിൽ മുള്ളാണികൾ എന്ന പോലെ തറഞ്ഞു കയറി. അന്നവന് എന്നത്തെയും പോലെ ഉറങ്ങുവാൻ കഴിഞ്ഞതുമില്ല. പിറ്റേ ദിവസം രാവിലെ കള്ളു ചെത്താൻ പോകുന്നതിനുള്ള ചെത്തുപാത്രവും എടുത്തു വെച്ചിട്ട് അറുമുഖൻ പതിവ് പോലെ ചെത്താനുള്ള കത്തിക്ക് മൂർച്ച വരുത്തുവാൻ തുടങ്ങി. ചെത്താൻ പോകേണ്ട സമയം വളരെയേറെ കഴിഞ്ഞിട്ടും എഴുന്നേൽക്കാതെ കത്തി ഉരച്ചുകൊണ്ട് തന്നെ ഇരുന്ന അറുമുഖനോട് ഭാര്യ ചോദിച്ചു, ഇന്ന് നേരം ഏറെ കഴിഞ്ഞിട്ടും ചെത്താൻ പോകാത്തതെന്ത്? അറുമുഖൻ അറച്ചറച്ച് അതിനുത്തരമായി പറഞ്ഞു, തെങ്ങിന്മേൽ കയറാൻ എനിക്ക് പേടിയാവുന്നടി. അത് കേട്ടിട്ട് അതിശയം മാറാതെ ഭാര്യ വീണ്ടും ചോദിച്ചു, നിങ്ങൾ എത്ര കൊല്ലമായി തെങ്ങിന്മേൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു? പിന്നെ എന്താണ് ഇന്നൊരു പേടി? അറുമുഖൻ, എടി, തെങ്ങിൽ കയറുന്നത് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ കാലുകൾക്കൊക്കെ ഒരു വിറയൽ. തെങ്ങിൽ കയറിയാൽ ഞാൻ വീണ് ചത്തുപോകും, തീർച്ച. അറുമുഖൻ ചെത്തിനു പോകാതെ വീടിൻ്റെ തിണ്ണയിൽ അന്ന് പതിവില്ലാത്ത വിധം കുത്തിപ്പിടിച്ചിരിക്കുന്നത് കണ്ട് അയൽപക്കക്കാരും കാര്യം അന്വേഷിച്ചു. അപ്പോഴും അറുമുഖൻ ഭാര്യയോട് പറഞ്ഞത് തന്നെ അവരോടും പറഞ്ഞു. അന്നവൻ ചെത്താൻ പോയില്ല. അതിനടുത്ത ദിവസവും പോയില്ല. പിന്നെ അറുമുഖന് ചെത്തിനെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ ഭയമായി. ഒടുവിൽ ചെത്തുകുടവും ചെത്തുകത്തിയും മദ്യപാനവും അവൻ ഉപേക്ഷിച്ചു. അതിനുശേഷം ഒരു ബന്ധുവിനോടൊപ്പം കൃഷിയിലേർപ്പെട്ടു. കുറച്ചു കാലമായപ്പോൾ കൃഷിയിലെ ആദായം കൊണ്ട് പെരുന്തുരുത്തിയിലെ ധനവാന്മാരിൽ ഒരാളായിത്തീർന്നു അറുമുഖൻ. ശ്രുതജനമാനസ പത്മവിഹാര ശ്രീനാരായണ ഗുരുദേവ, ശ്രീനാരായണ ഗുരുദേവ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 95 ചെത്ത് ഒരു മഹാവ്യാധിയാണ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.